sorrow shall be turned into joy. Jesus is coming to heal your broken heart. Hello friends, welcome to Planet Y2K. ഹലോ പ്രിയ സ്നേഹിതരെ, പ്ലാനറ്റ് Y2Kയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. It's been such a joy producing these programs for you. ഈ പരിപാടികൾ നിങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. Believe that God has great things in store for you through this program. ഈ പരിപാടിയിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന കാര്യം വിശ്വസിപ്പിൻ. Shall we see what blessings God has? ഇനി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് കാണാം. Welcome to Sweetie's Time. Hello friends, welcome to Sweetie's Time. ഹലോ കൂട്ടുകാരെ, സ്വീറ്റി സമയത്തിലേക്ക് സ്വാഗതം. How are you doing today? ഇന്ന് നിങ്ങൾ സുഖമായിരിക്കുന്നോ? Now I will tell you a story. ഇപ്പോൾ ഞാനൊരു കഥ പറയുവാൻ പോകുന്നു. There once lived a man called Ranjan. ഒരിടത്ത് രഞ്ജൻ എന്നൊരു മനുഷ്യൻ He ജീവിച്ചിരുന്നു. was a good man. അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. He did all his works perfectly. അവൻ തന്റെ സകല ജോലിയും ഭംഗിയായി ചെയ്തിരുന്നു. He had many good qualities. അവന് ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു. But no one was friends with him. എന്നാൽ അവന് കൂട്ടുകാരായിട്ട് ആരും Do ഉണ്ടായിരുന്നില്ല. you know why? അതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? He had a dangerous weakness. കാരണം അവന് അപകടകരമായ ഒരു ബലഹീനതയുണ്ടായിരുന്നു. When he got angry, he did terrible things. അവന് ദേഷ്യം വന്നാൽ അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതീവ ഭയാനകമായിരിക്കും. This was why when people saw him coming, they would run away. ഇക്കാരണത്താലാണ് അവൻ വരുന്നത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ ഓടിയൊളിച്ചിരുന്നത്. There was an elderly person who was watching all എന്നാൽ this. വയസ്സായ ഒരു വ്യക്തി ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. He wanted to help Ranjan control his anger. രഞ്ജന്റെ അമിതമായ കോപം നിയന്ത്രിക്കുവാൻ, രഞ്ജനെ സഹായിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. So one day he visited Ranjan and gave him a cup. ഒരു ദിവസം ആ മനുഷ്യൻ രഞ്ജനെ സന്ദർശിച്ച് അവനൊരു കപ്പ് കൊടുത്തു. He said, "Keep this cup. This cup was made specially for you. അയാൾ പറഞ്ഞു, രഞ്ജൻ, ഇത് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇത് നീ സൂക്ഷിക്കണം. Whenever you get angry, നിനക്ക് ദേഷ്യം വരുമ്പോഴെല്ലാം drink 3 cups of water from this. ഈ കപ്പ് കൊണ്ട് നീ 3 കപ്പ് വെള്ളം കുടിക്കണം. Then your anger will vanish." നീ അങ്ങനെ ചെയ്താൽ ഉടനടി നിന്റെ കോപം അപ്രത്യക്ഷമാകും. So Ranjan thanked him and followed his advice. രഞ്ജൻ ആ വ്യക്തിയോട് നന്ദി പറഞ്ഞ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചു. He drank water from the cup whenever he got angry. ദേഷ്യം വരുമ്പോഴെല്ലാം ആ കപ്പ് കൊണ്ട് രഞ്ജൻ വെള്ളം കുടിക്കുവാൻ തുടങ്ങി. Soon he was a lot less angry ഉടനെ തന്നെ അവന്റെ ദേഷ്യം കുറയും. and his anger left him. ക്രമേണ ദേഷ്യ സ്വഭാവം അവനിൽ നിന്ന് വിട്ടുപോയി. So Ranjan thanked the old man for giving him the cup and asked him if it was magical. രഞ്ജൻ ആ വൃദ്ധനോട് നന്ദി പറഞ്ഞ് ഈ കപ്പിന് എന്തെങ്കിലും മാന്ത്രിക ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു. The old man said, "There is no magic in this cup. കപ്പിന് മാന്ത്രിക ശക്തിയൊന്നുമില്ലെന്ന് അയാൾ പറഞ്ഞു. It's just an ordinary cup. ഇത് ഒരു സാധാരണ കപ്പാണ്. When you get angry, you lose control of yourself. നിനക്ക് ദേഷ്യം വരുമ്പോൾ നിന്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നു. But when you take time to drink water from this cup, എന്നാൽ ഈ കപ്പിൽ വെള്ളമെടുത്ത് ഈ കപ്പിൽ നിന്ന് നീ വെള്ളം കുടിക്കുമ്പോൾ നീ അല്പം സമയം ചെലവഴിക്കേണ്ടി വരുന്നു. you take time to think and you control your anger. തൽഫലമായി നിനക്ക് ചിന്തിക്കാൻ സമയം ലഭിക്കുന്നു. അങ്ങനെ നിനക്ക് കോപം നിയന്ത്രിക്കുവാനും സാധിക്കുന്നു. That's the magic. അതാകുന്നു മന്ത്രശക്തി. So Ranjan went back happily and never got angry again. ഇത് കേട്ടപ്പോൾ രഞ്ജൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. പിന്നീട് ഒരിക്കലും രഞ്ജനെ ദേഷ്യം വന്നിട്ടില്ല. Friends, the Bible says in Ephesians 4:26, കൂട്ടുകാരെ, എഫേസ്യർ 4:26 സത്യവേദപുസ്തകം പറയുന്നു, "Be angry and do not sin. Do not let the sun go down on your wrath." കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. Friends, do not get angry with others. കൂട്ടുകാരെ, മറ്റുള്ളവരോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. We saw how Ranjan controlled his anger
when he had time to think. ചിന്തിക്കാൻ സമയം ലഭിച്ചപ്പോൾ എങ്ങനെയാണ് രഞ്ജനെ തന്റെ കോപം നിയന്ത്രിക്കുവാൻ സാധിച്ചതെന്ന് നാം പഠിച്ചുവല്ലോ. Even when you get angry, do what the Bible says. നിങ്ങൾക്ക് കോപം വന്നാലും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ചെയ്യുവിൻ. To let go of your anger by evening. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്കും നിങ്ങളുടെ കോപം നിങ്ങളെ വിട്ടു പോകും. And live in peace and harmony with others. മറ്റുള്ളവരോട് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കും. So friends, now it's time to say goodbye from Sweetie. Bye. എൻ്റെ പേര് എം തൃശങ്ക ആണ്. ഞാൻ സെൻറ്റ് ജോസഫ് ഓഫ് ക്ലൂണി സ്കൂൾ പോണ്ടിച്ചേരിയിലാണ് പഠിക്കുന്നത്. ഈ വർഷം 2011 10th മെട്രിക്കുലേഷൻ എക്സാമിന് അപ്പിയർ ആയത്. ഞാൻ ഒരു യങ് പാർട്ട്ണറാണ്. ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അമ്മ വന്ന് യങ് പാർട്ട്ണറിൽ എന്നെ ജോയിൻ ചെയ്തിരുന്നു. ഞാൻ അവളെ 3 വയസ്സിലാണ് അവളെ ഞാൻ ചിൽഡ്രൻ ബ്ലെസ്സിങ് പ്ലാനിൽ ഞാൻ ചേർത്തത്. ആക്ച്വലി ദിനകരൻ അങ്കിളിന് ദൈവം കൊടുത്ത വലിയൊരു വിഷനാണ് ഇത്. എക്സാം പോകുന്ന മുൻപ് പോൾ ദിനകരൻ അങ്കിൾ എഴുതിയ പ്രെയർ കാർഡ് ദിവസം വായിച്ചിട്ട് പ്രെയർ ടവറിൽ ഫോൺ ചെയ്തിട്ടാണ് ഞാൻ പോവാറ്. ജീസസ് എനിക്ക് 453 മാർക്സ് തന്നിനു. അതുമാത്രമല്ല മാത്സിൽ എനിക്ക് സെൻറ്റമോൺ തന്നിനു. പിന്നെ ഫ്രണ്ട്സിൽ കുറേ വീക്കായിരുന്നു ഞാൻ ടിൽ ദ ലാസ്റ്റ് മിനിറ്റ്. പക്ഷേ ജീസസിനോട് പ്രേ ചെയ്തിട്ട് ഞാൻ എക്സാം എഴുതി എനിക്ക് 96 മാർക്സ് സ്കോർ ചെയ്തിനു. പോൾ ബ്രദറിൻ്റെ ഫാമിലിൻ്റെ പ്രാർത്ഥന, ജീസസ് കോൾസ് വാരിയേഴ്സിൻ്റെ പ്രാർത്ഥന എല്ലാം കേട്ട് എൻ്റെ മോക്ക് മെട്രിക്കുലേഷനിൽ 453 500 കൊടുത്തത്. എൻ്റെ മോളെ മാർക്ക് വന്ന ശേഷം അതിൻ്റെ 50 ടൈംസ് അമൗണ്ട് ഞാൻ ജീസസ് കോൾസ് മിനിസ്ട്രിന് കൊടുക്കും. ജീസസ് കോൾസ് മിനിസ്ട്രി ഹോൾ വേൾഡിലാണ് നടക്കുന്നത്. ആൻഡ് അവർ എത്രയോ ആൾക്കാരെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ നമ്മളെ മക്കളെ നമ്മൾ കൊടുക്കേണ്ട പ്രൊട്ടക്ഷനാണ്. അത് നമ്മളെ കടമയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ എത്ര പെട്ടെന്ന് ഈ ചിൽഡ്രൻ ബ്ലെസ്സിങ് പ്ലാനിൽ ചേർത്ത് നോക്ക്. നിങ്ങൾ മക്കളെ ഒരു പേടിയും വേണ്ട. നിങ്ങളെ മക്കൾ എല്ലാ കാര്യത്തിലും നല്ല വിക്ടോറിയസ് ആയിട്ടുണ്ടാവും. യേശു വിളിക്കുന്നു ബാലജന പങ്കാളിത്ത പദ്ധതിക്ക് ഇപ്പോൾ ചിൽഡ്രൻസ് ബ്ലെസ്സിംഗ് പ്ലാൻ എന്ന പുതിയ പേര് നൽകിയിരിക്കുന്നു. ഈ കുട്ടികളുടെ അനുഗ്രഹ പദ്ധതിയിൽ ചേരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും സർവശക്തനായ ദൈവം ദൈവീക ജ്ഞാനവും പൈശാചിക ശക്തികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷണവും ശോഭനമായ ഭാവി ജീവിതവും നൽകുന്നതിനു വേണ്ടി ഡോക്ടർ പോൾ ദിനകരനും കുടുംബാംഗങ്ങളും 24 മണിക്കൂർ പ്രാർത്ഥനാ ഗോപുരങ്ങളിലെ പ്രാർത്ഥനാ പടയാളികളും ദിനം പ്രതി ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. ഇന്നു തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവീക ദാനമായ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കുവിൻ. സൗജന്യ അപേക്ഷാ ഫോറത്തിന് നിങ്ങൾ ബന്ധപ്പെടേണ്ട വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം, JC ഹൗസ് 72, രാജാജി റോഡ്, ചെന്നൈ 600001. ആധുനിക ലോകം പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നു. ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നിങ്ങൾക്കിതാ ലളിതമായൊരു മാർഗം. പരമോന്നത വിളി. സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സഹോദരി സ്റ്റെല്ല ദിനകരൻ രചിച്ച അതുല്യ സൃഷ്ടി പരമോന്നത വിളി. നിങ്ങൾക്ക് നേരിട്ട് ₹40 തപാലിലൂടെ ₹45 സംഭാവനയായി നൽകി ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾ സംഭാവനകൾ അയക്കേണ്ട വിലാസം യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം 72, രാജാജി റോഡ്, പാരീസ്, ചെന്നൈ 600001. My friends, in today's youth, a common problem and a common fear that they have is regarding their future. പ്രിയ സ്നേഹിതരെ, ഇന്നത്തെ യുവജനങ്ങൾക്കിടയിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഭാവിയെക്കുറിച്ചുള്ള ഭയം. And so the Lord wants to address it today and tell you that there is hope regarding your future. ഇന്ന് ആ പ്രശ്നം പരിഹരിക്കുവാനും ഭാവിയിൽ നിങ്ങൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് നിങ്ങളോട് പറയുവാനും ദൈവം ആഗ്രഹിക്കുന്നു. The Lord speaks to us in Isaiah 48 verses 17 and 18. യെശയ്യാവ് 48 17, 18 എന്നീ വാക്യങ്ങളിലൂടെയാണ് സർവശക്തനായ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. This is what the Lord says, your Redeemer, the Holy One of Israel. I am the Lord your God who teaches you what is best for you, who directs you in the way you should go. ഇസ്രായേലിന്റെ പരിശുദ്ധനും നിന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന നിന്റെ ദൈവമായ യഹോവ ഞാൻ തന്നെ. If only you had paid attention to my commands, your peace would have been like a river and your righteousness like the waves of the sea. അയ്യോ, നീ എന്റെ കൽപ്പനകളെ കേട്ടനുസരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ നിന്റെ സമാധാനം നദി പോലെയും നിന്റെ നീതി സമുദ്രത്തിലെ തിര പോലെയും ആകുമായിരുന്നു. And he wants to give us this peace today, my friends. പ്രിയ സ്നേഹിതരെ, ഇന്ന് ഈ സമാധാനം നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
This peace only comes when we listen to the words of God in our heart. നാം ദൈവത്തിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഈ സമാധാനം നമുക്ക് ലഭിക്കുന്നത്. When we allow Him to teach us and guide us in our life. ജീവിതയാത്രയിൽ നമ്മെ പഠിപ്പിക്കുവാനും നേരായ മാർഗത്തിൽ നമ്മെ നയിക്കുവാനും നാം ദൈവത്തെ അനുവദിക്കുമ്പോൾ നമുക്ക് സമാധാനം We ലഭിക്കും. see so many people suffering without this guidance from God and not knowing what the future holds for them. ദൈവത്തിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിക്കാതെ ഭാവിയിൽ ദൈവം തങ്ങൾക്ക് എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയാതെ നിരവധി പേർ കഷ്ടപ്പെടുന്നുണ്ട്. They don't know what is going to happen to them the next moment. അടുത്ത നിമിഷം തങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് അവർക്കറിയില്ല. They don't know how to conquer something which is in front of them, which looks like a huge mountain. തങ്ങളുടെ മുന്നിലുള്ള പർവ്വത സമാനമായ പ്രശ്നത്തെ കീഴടക്കേണ്ടത് എങ്ങനെയെന്ന് അവർക്കറിയില്ല. And because of this, a great fear grips their heart. തൽഫലമായി വലിയൊരു ഭയം അവരുടെ ഹൃദയത്തെ പിടികൂടുന്നു. They lose their peace, they lose their control. അങ്ങനെ അവർക്ക് സമാധാനവും തങ്ങളുടെ നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. That's why God says in Psalm 32:8, അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 32:8 ദൈവം ഇങ്ങനെ പറഞ്ഞത്, I am the one who instructs you and teaches you in the way you should go. I will counsel you and watch over you. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. He says that He will watch over us all the time. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ എല്ലായ്പ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. God's watching over His children all the time, my friend. അതേ പ്രിയ സ്നേഹിതരെ, ദൈവം എല്ലായ്പ്പോഴും തന്റെ മക്കളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. He doesn't take a break. ദൈവം ഒരിക്കലും വിശ്രമിക്കുന്നില്ല. Why does He watch over us? എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെക്കുന്നത്? Because He wants to guide us and direct us in the proper way so that we don't fall into the wrong path. കാരണം നാം തെറ്റായ മാർഗത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു. He doesn't want us to fall into destruction. നാം ഒരിക്കലും നാശത്തിൽ വീഴരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. You know how this fear grips our heart? ഈ ഭയം നമ്മുടെ ഹൃദയത്തെ എങ്ങനെയാണ് പിടികൂടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? It all starts with a small question, a small doubt which rises in us. നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന ഒരു ചോദ്യത്തിൽ നിന്ന്, ഒരു സംശയത്തിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. Let's see what God asks us not to depend on when we are filled with these questions. ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉയരുമ്പോൾ നാം ഏതിൽ ആശ്രയിക്കാതിരിക്കണമെന്നാണ് ദൈവം പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. He wants to reveal two things which we always depend on and which we shouldn't നാം do. എല്ലായ്പ്പോഴും ആശ്രയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നു. സത്യത്തിൽ നാം അത് ചെയ്യരുത്. When we're filled with so much questions and when we want a decision to be made and an advice to be given to us, who do we go നമ്മിൽ to? ചോദ്യങ്ങൾ ഉയരുമ്പോൾ, നാം ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഉപദേശം ആവശ്യമായി വരുമ്പോൾ നാം ആരെയാണ് The സമീപിക്കുന്നത്? first thing we do is immediately turn to our right or turn to our left and find a person and ask their advice, isn't it? ഉടനടി നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയും, ഒരു വ്യക്തിയെ കണ്ടുപിടിക്കും, പിന്നീട് ആ വ്യക്തിയുടെ ഉപദേശം സ്വീകരിക്കും. But my friends, എന്നാൽ പ്രിയ സ്നേഹിതരെ, the Bible says in Isaiah 2:22 യെശയ്യാവ് 2:22 സത്യവേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. and also in Jeremiah 17:5, കൂടാതെ യിരെമ്യാവ് 17:5 a man who depends on another man's word is cursed. മറ്റൊരു മനുഷ്യന്റെ വാക്കിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാണെന്ന് അവിടെ പറയുന്നു. The Bible also says that man is a liar. മനുഷ്യർ നുണ പറയുന്നവരാണെന്നും വേദപുസ്തകം പറയുന്നുണ്ട്. If all men are liars, then how can we depend on another man to give us the right word? എല്ലാ മനുഷ്യരും നുണ പറയുന്നവരാണെങ്കിൽ ഉപദേശത്തിനു വേണ്ടി എങ്ങനെയാണ് നാം മറ്റുള്ളവരെ ആശ്രയിക്കുക? My friends, this is what happens to us when we depend on the words of another man. പ്രിയ സ്നേഹിതരെ, മറ്റുള്ളവരുടെ ഉപദേശങ്ങളിൽ നാം ആശ്രയം വയ്ക്കുമ്പോൾ നമുക്ക് ഇതാണ് സംഭവിക്കുക. More questions come into us. കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉടലെടുക്കും. More doubts begin to arise. കൂടുതൽ സംശയങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ തുടങ്ങും. We don't know if what he said is completely right and good for us. ആ മനുഷ്യൻ പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ നല്ലതാണോ എന്ന് നമുക്കറിയില്ല. We will still always be in doubt. നാം എല്ലായ്പ്പോഴും സംശയത്തിൽ തന്നെ തുടരുകയും ചെയ്യും. Only the word that comes from our Maker we can completely depend and trust on because he knows our life completely. നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നുള്ള ഉപദേശങ്ങളിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാനാവൂ. He knows us even more than us. നമ്മെക്കാളധികം ദൈവത്തിന് നമ്മെ അറിയാം. There is an incident which happened in one of my friend's life. എന്റെ സുഹൃത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He had a group of friends അവന് ഒരു കൂട്ടം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. and he was going to face his 10th exams. അവൻ 10ലെ പരീക്ഷ എഴുതുവാൻ പോവുകയായിരുന്നു. And so it was time to decide which stream they were going to pick. 10ാം ക്ലാസ്സിന് ശേഷം ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ട സമയമായിരുന്നു അത്. So immediately all the friends in his group, they said, oh man, this commerce stream is going to be so easy, so we better pick it. ഉടനടി അവന്റെ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളെല്ലാം പറഞ്ഞു, കോമേഴ്സ് ആണ് നമുക്ക് വളരെ നല്ലത്, അത് തിരഞ്ഞെടുക്കാം. We're not going to study much anyway. എന്തായാലും നാം കൂടുതൽ പഠിക്കുവാൻ പോകുന്നില്ല. As everyone started picking commerce, there was one boy in that group who
really loved science. അങ്ങനെ എല്ലാവരും കോമേഴ്സ് തിരഞ്ഞെടുത്തു. എന്നാൽ അതിൽ ഒരു കുട്ടി മാത്രം സയൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. And he was good at studying science. അവൻ സയൻസ് പഠിക്കുവാനാണ് തീരുമാനിച്ചിരുന്നത്. So he was really thinking on what to pick. അതുകൊണ്ട് എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. And one of his friends came and saw him really thinking hard. അവന്റെ സുഹൃത്തുക്കളിൽ ഒരാൾ അവൻ ചിന്തിക്കുന്നത് കണ്ടപ്പോൾ അവനെ സമീപിച്ചു. And he said, if you're really my friend, അവൻ പറഞ്ഞു, നീ സത്യമായും എന്റെ സുഹൃത്താണെങ്കിൽ, if you're my true friend, you will pick the group that we all picked so that we can be together. നീ എന്റെ യഥാർത്ഥ സ്നേഹിതനാണെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുത്ത ഗ്രൂപ്പ് തന്നെ നീ തിരഞ്ഞെടുക്കണം. എന്നാൽ നമുക്ക് ഒന്നിച്ചു പഠിക്കാം. That's what that boy was facing, and he had to pick ആ commerce കുട്ടി നേരിട്ട പ്രശ്നം അതായിരുന്നു. അവൻ കോമേഴ്സ് തിരഞ്ഞെടുക്കേണ്ടി വന്നു. based on the words of his friend. സ്വന്തം സുഹൃത്തുക്കളുടെ വാക്കുകൾ കേട്ട് അവൻ കോമേഴ്സ് തിരഞ്ഞെടുത്തു. Based on that, what happened to him? അതിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്താണ് സംഭവിച്ചത്? He went into 11th in the commerce stream, but he failed 11th. He couldn't pass. 11ാം ക്ലാസ്സിൽ അവൻ കോമേഴ്സ് ഐച്ഛികമായി എടുത്തു പഠിച്ചു. എന്നാൽ പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടു. So his father had to come and change his school and make him study 11th in the science stream again, and then he പിന്നീട് passed. അവന്റെ പിതാവ് വരേണ്ടി വന്നു. അവനെ ആ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റൊരു സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിൽ ചേർക്കേണ്ടി വന്നു. അങ്ങനെ അവൻ ഒടുവിൽ പാസ്സായി. He lost 1 whole year because of that. തൽഫലമായി അവന് ഒരു വർഷം മുഴുവൻ നഷ്ടപ്പെട്ടു. This is what happens, my friends, when we depend on the words of our friends or when we depend on another man's advice. നാം മറ്റുള്ള മനുഷ്യരുടെ വാക്കുകൾ ആശ്രയിച്ചാൽ, സുഹൃത്തുക്കളുടെ ഉപദേശം കേട്ടാൽ ഇത് തന്നെയാണ് നമുക്കും സംഭവിക്കുക. How to run our everyday life is a thing only known by God. നമ്മുടെ അനുദിന ജീവിതം നാം എങ്ങനെയാണ് നയിക്കേണ്ടത് എന്ന കാര്യം സർവശക്തനായ ദൈവത്തിന് മാത്രമേ അറിയൂ. Only He knows what's good for us. Only He can teach us and guide us in the right way. നമുക്ക് നല്ലത് എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. നമ്മുടെ മേൽ ദൃഷ്ടിവെച്ച് നമ്മെ നേർവഴിയിലൂടെ നയിക്കുവാനും ദൈവത്തിനെ സാധിക്കും. And He says that I'll make things so easy for you, just giving my word so that you'll know what to do. ദൈവം പറയുന്നു, എന്റെ വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ അതിനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സകലവും എളുപ്പമാകും. All we have to do is wait for His word, wait at His നാം feet. ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ദൈവിക ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പാദപീഠത്തെങ്കിൽ കാത്തിരിക്കണം. Just spend time listening to Him, ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുവാൻ സമയം ചെലവഴിക്കണം. and we will receive a hope for our future. തീർച്ചയായും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കും. And another thing which God says that you shouldn't depend on മറ്റൊന്നിൽ കൂടി നിങ്ങൾ ആശ്രയിക്കരുതെന്ന് ദൈവം പറയുന്നു. ആ കാര്യം ഇതാണ്, is depending on ourselves. നാം നമ്മുടെ ശക്തിയിൽ തന്നെ ആശ്രയിക്കുന്നു. Proverbs 3, 5 and 6, God says, സദൃശവാക്യങ്ങൾ 3:5, 6 എന്നീ വാക്യങ്ങളിൽ ദൈവം പറയുന്നുണ്ട്. He says, trust in the Lord with all your heart and lean not on your own understanding. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. In all your ways acknowledge Him, and He shall make your path straight. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. Lean not on your own understanding. നിങ്ങൾ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. That's what God tells us. അതാണ് ദൈവം നമ്മോട് പറയുന്നത്. Trust in me, എന്നിൽ മാത്രം വിശ്വസിക്കാം, and I shall make your path straight. നിങ്ങളുടെ പാതകളെ ഞാൻ തന്നെ നേരെയാക്കും. I will teach you the way you should go. നടക്കേണ്ടുന്ന വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. My friends, many times we think we can do things on our own and we can do everything on our own. പ്രിയ സ്നേഹിതരെ, പലപ്പോഴും സ്വന്തം ശക്തി കൊണ്ട് സകലതും ചെയ്യാമെന്ന് നാം ചിന്തിക്കുന്നു. We might even think there's no God. ദൈവം പോലുമില്ലെന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചിരിക്കാം. That's what the devil tried to put in the head of Adam and Eve. ആദാമിന്റെയും ഹവ്വയുടെയും ബുദ്ധിയിൽ ഇതേ ചിന്ത ഉണർത്തുവാനാണ് സാത്താൻ ശ്രമിച്ചത്. As they were looking at that fruit, he said, if you eat this fruit, then you don't have to depend on God. You will get all the wisdom that you need. അവർ ആ ഫലം നോക്കിയപ്പോൾ സാത്താൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ദൈവത്തെ ആശ്രയിക്കേണ്ടതില്ല. That's what he tells us even till today. He shows us something sweet and he tells us you don't need God. All you need is your wisdom. ഇന്നും അതാണ് അവൻ ചെയ്യുന്നത്. അവൻ മനോഹരമായത് നമുക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല, നിങ്ങളുടെ ബുദ്ധി മാത്രം മതിയെന്ന് നമ്മോട് പറയുന്നു. That's the word he tries to bring in us so that we will be destroyed. അത്തരത്തിലുള്ള ചിന്തകളാണ് അവൻ നമ്മിൽ ജനിപ്പിക്കുന്നത്. തൽഫലമായി നാം നശിച്ചു പോകാൻ ഇടയുണ്ട്. We are weak, my friends. പ്രിയ സ്നേഹിതരെ, നാം ബലഹീനരാണ്. And we don't know what we have for our lives. നമ്മുടെ ജീവിതത്തിനായി ദൈവം ഒരുക്കി വെച്ചത് എന്താണെന്ന് നമുക്കറിയില്ല. We don't know because we are not the one who created us, but God created കാരണം us. നമ്മെ സൃഷ്ടിച്ചത് നാമല്ല, സർവശക്തനായ ദൈവമാണ്. He designed all the plans even before the foundation of this world for our lives, and He knows what is good for us. ലോകസ്ഥാപനത്തിന് മുമ്പ് നമുക്ക് വേണ്ടി സകലവും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് നല്ലത് എന്താണെന്ന് ദൈവത്തിനറിയാം. We created every detail of this world beautifully. Why can't He know everything in your life
specifically. ഈ ലോകം ദൈവം മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ദൈവം സൃഷ്ടിക്കാതിരിക്കുമോ? Everything that we can do and everything that we should do, God knows, and as we receive it from Him every day, നാം ചെയ്യേണ്ടതും നമുക്ക് എന്തെല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്നതും ദൈവത്തിനറിയാം. അതെല്ലാം അനുദിനവും നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. and not leaning on our own understanding or another man, നാം മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സ്വന്തം വിവേകത്തിൽ ഒരിക്കലും ഊന്നരുത്. then you will receive the peace that flows like a river into your heart. അപ്പോൾ നദി പോലെ ഒഴുകുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. Your heart will be filled with the rivers of peace and righteousness like a sea. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നദി പോലെ സമാധാനവും നീതിയും നിറയും. Do you want peace in your heart today, my friends? ഇന്ന് ഹൃദയത്തിൽ സമാധാനം പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? Do you want to get rid of this fear forever? ഈ ഭയത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Do you want to get rid of those doubts and not knowing about what the future holds for ഈ you? സംശയങ്ങളിൽ നിന്ന് എന്നേക്കുമായി പുറത്തു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? God can tell you today about what step you have to take next. അടുത്തതായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇന്ന് ദൈവം നിങ്ങളോട് പറയും. Shall we just ask Him to just reveal everything to us and speak to us? ദൈവം സകലവും നമുക്ക് വെളിപ്പെടുത്തുന്നതിനും നമ്മോട് സംസാരിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Loving Lord Jesus, സ്നേഹവാനായ യേശുവേ, right now we pray to you together. ഇപ്പോൾ ഞങ്ങൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Lord, we ask that you will reveal your word to us ദൈവമേ, today, Lord. ഇന്ന് അങ്ങയുടെ വചനങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. Lord, we are tired of depending on others' words or our words and failing all the time. സ്വന്തം വിവേകത്തിലും മറ്റുള്ളവരുടെ ബുദ്ധിയിലും ആശ്രയിച്ച് ഞങ്ങൾ എല്ലായ്പ്പോഴും പരാജയപ്പെടുന്നു. It only leads us to more and more doubts and destruction, Lord. അത് കൂടുതൽ സംശയങ്ങളിലേക്കും നാശത്തിലേക്കുമാണ് ഞങ്ങളെ നയിക്കുന്നത്. We are still not receiving the answers that we want, Lord. ഇപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. The answers that will give us victory. ഞങ്ങൾക്ക് വിജയം നൽകുവാൻ പ്രാപ്തമായ ഉത്തരങ്ങൾ. We can only receive those answers from you, ആ Lord. ഉത്തരങ്ങൾ അങ്ങിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. As your children submit themselves to you, Lord. അങ്ങയുടെ മക്കൾ ഇപ്പോൾ തങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. Speak to them, Father. പിതാവേ, അവരോട് സംസാരിക്കണമേ. Speak to them through your word, പിതാവേ, അങ്ങയുടെ വചനത്തിലൂടെ അവരോട് സംസാരിക്കണമേ. Lord, and teach them and make their life so simple to them, Lord. അവരെ പഠിപ്പിക്കണമേ. ജീവിതം അവർക്ക് വളരെ ലളിതമായ ഒരു സംഗതിയായി തീരട്ടെ. Let everything be turned into a blessing. സകലതും അനുഗ്രഹങ്ങളായി മാറട്ടെ. Let them receive the wonders and the miracles they're waiting for in their life. അവർ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ജീവിതത്തിൽ പ്രാപിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ. Let them be healed and completely free. അവർ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് പൂർണ്ണ സ്വതന്ത്രരാകട്ടെ. Do mighty things in them today, Lord. ദൈവമേ, അവർക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യണമേ. As you have their future in your hand, അവരുടെ ഭാവി അങ്ങയുടെ കരങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. show it to them and give them a courage and give them a strength regarding their future. ഇന്ന് ആ ഭാവി ജീവിതം അവർക്ക് കാണിച്ചു കൊടുക്കണമേ. അവർക്ക് ധൈര്യവും ശക്തിയും നൽകണമേ. We receive these blessings from your hand. ഈ അനുഗ്രഹങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. My friends, it was nice spending this time with you പ്രിയ സ്നേഹിതരെ, നിങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിക്കുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. and sharing what God wanted to tell you. ദൈവം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. Just keep receiving from God and lean not on your own understanding or on your friends. ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവിൻ. സ്വന്തം വിവേകത്തിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഉപദേശത്തിൽ ആശ്രയിക്കരുത്. And God will make things so simple for you. ദൈവം സകല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ എളുപ്പമാക്കി തീർക്കും. And keep in touch with us through our website and other Facebook or YouTube. ഞങ്ങളുടെ വെബ്സൈറ്റ്, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവ മുഖേന ഞങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. We'll keep sharing with each other about what God can do for us. ദൈവത്തിന് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. All right, friends, we'll see you next week. പ്രിയ സ്നേഹിതരെ, നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കാണാം. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Dear brother Sunil John from Pathanamthitta, Kerala, thank you for your thank offering. പ്രിയപ്പെട്ട സഹോദരൻ സുനിൽ ജോൺ, നിങ്ങൾ കൃതജ്ഞതയോടെ നൽകിയ സംഭാവനയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. With your offering, we have brought blessings to millions of people through this program. നിങ്ങളുടെ സംഭാവനകൾ മുഖേന ഈ പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് ഞങ്ങൾ അനുഗ്രഹങ്ങൾ കൊണ്ടുചെല്ലും. God bless you according to Jeremiah 17:7. യിരെമ്യാവ് 17:7 പ്രകാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Father, പിതാവേ, let there be a increase in his salary. പിതാവേ, പ്രിയ സഹോദരന്റെ ശമ്പളത്തിൽ ഒരു വർധനവ് ഉണ്ടാകട്ടെ. Do it quickly, Lord. എത്രയും വേഗം അത് ചെയ്യണമേ. And let the land problem be cleared by the
power of the Holy Spirit. സ്ഥലം സംബന്ധിച്ച പ്രശ്നങ്ങൾ എത്രയും വേഗം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിഹരിക്കപ്പെടട്ടെ. Do a miracle today. ദൈവമേ, ഇന്ന് തന്നെ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. Father, പിതാവേ, bless our sister Suma Sunil. Heal her hair problem. പ്രിയ സഹോദരി സുമയെ അനുഗ്രഹിക്കണമേ. അവരുടെ തലമുടി സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് സൗഖ്യം നൽകണമേ. Bless precious children, Sunny Sunil, and give him grace to do very well in his biomedical. And bless darling daughter Femi Mariam with a great future full of wisdom. പിതാവേ, മക്കളെ അനുഗ്രഹിക്കണമേ. മകൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തട്ടെ. മകൾക്ക് ശോഭനമായ ഭാവിയും ദൈവിക ജ്ഞാനവും നൽകണമേ. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. Dearly beloved brother from Trivandrum, Kerala, God bless you and thank you for your thank offering. തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രിയപ്പെട്ട സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കൃതജ്ഞതയോടെ നൽകിയ സംഭാവനയ്ക്ക് May നന്ദി. God bless you according to Isaiah 45:3. യെശയ്യാവ് 45:3 പ്രകാരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും നൽകും. Father, bless our brother and his dear wife. Let there be great peace in the family. പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെയും ഭാര്യയെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബത്തിൽ വലിയ സമാധാനം ഉണ്ടാകട്ടെ. Lord, bless their first son with a good job and the second son with a bright future. In Jesus' name. ദൈവമേ, നല്ലൊരു ജോലി നൽകി മൂത്ത മകനെയും ശോഭനമായ ഭാവി നൽകി രണ്ടാമത്തെ മകനെയും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ. Amen. ആമേൻ. ഈ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാപേക്ഷകളും അത്ഭുത സാക്ഷ്യങ്ങളും. ഞങ്ങളുടെ വിലാസം: യേശു വിളിക്കുന്നു പ്രാർത്ഥനാ ഗോപുരം, 72 രാജാജി സാലൈ, പാരീസ്, ചെന്നൈ 600001. ഈ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന യേശു വിളിക്കുന്നു പങ്കാളികൾക്ക് ദിനകരൻ കുടുംബാംഗങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ വചനപ്രകാരം ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.